ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നിരവധി ചാരന്മാരെ, അതായത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്ത ചാരന്മാരെ നമ്മൾ അടുത്ത് കണ്ടത്. നമ്മൾ ഞെട്ടിക്കുന്ന കുറേ വസ്തുതകളും ഇതോടുകൂടി മനസ്സിലാക്കി. ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ, ഒരു 34 വയസ്സുകാരിയായ പെൺകുട്ടി, അവർ നടത്തിയ ചാരപ്രവർത്തനത്തിൻ്റെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടിരുന്നത്. അതായത് ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി അവിടെ നിന്നൊക്കെ വീഡിയോ ചിത്രീകരിച്ച് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഉദ്യോഗസ്ഥരുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. എന്നിട്ട് ഇന്ത്യയിലെ വിലപ്പെട്ട സ്ഥലങ്ങൾ, അതായത് കേരളത്തിലടക്കം സന്ദർശനം നടത്തി. കേരളത്തിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ളവ ചിത്രീകരിച്ച് പാകിസ്ഥാനെ വിറ്റ് കാശാക്കിയ ജ്യോതി മൽഹോത്രയുടെ കഥ നമ്മൾ കേട്ടതാണ്. ജ്യോതി മൽഹോത്രയുടെ പട്ടികയിൽ വീണ്ടും ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. ഏതാണ്ട് 12ഓളം പേരായിരുന്നു ആ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വഴി, പാകിസ്ഥാനിലെ ISI സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയും പിന്നീട് ഓരോന്ന് പറഞ്ഞ് സ്വാധീനിച്ച് പണം നൽകി അവരിൽ നിന്ന് വിവരം ചോർത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് നമ്മൾ കേട്ടത്. അതായത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാകിസ്ഥാൻ അനുകൂല നരേറ്റീവ്, അതായത് പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, അവിടെ വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു, ദാരിദ്ര്യമുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ്. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു പ്രതീതി പാകിസ്ഥാനെക്കുറിച്ച് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരെ ISI സ്വാധീനിക്കുകയും ആ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിൽ പലരും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി, അതായത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഇതിൽ ആ ഒരു കണ്ണിയിൽ ഇന്ന് ഒരു സുപ്രധാന ആളും കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് ഡൽഹി നേവി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ക്ലർക്ക് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹരിയാന സ്വദേശിയായ വിശാൽ യാദവ് എന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിരുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പ്രചാരം നടത്തുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒരു നിരീക്ഷണം ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിശാൽ യാദവും കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ നേവി ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് ഡൽഹിയിലെ നേവി ആസ്ഥാനത്ത് ക്ലർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ട് നേവിയുടെയും അതേസമയം തന്നെ മറ്റ് തന്ത്രപ്രധാന പ്രദേശങ്ങളുടെ എല്ലാം വിവരങ്ങൾ, രഹസ്യരേഖകളടക്കം പാകിസ്ഥാന് വിറ്റു കാശാക്കി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇയാളും ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇരയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. ഇയാൾ ഒരു ഓൺലൈൻ ഗെയിം അഡിക്റ്റാണ്. അതായത് ഓൺലൈനിൽ ഗെയിമുകൾ കളിച്ച് പണം വല്ലാണ്ട് നഷ്ടപ്പെട്ട ഒരാളാണ്, അതിനടിമയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ ഇന്ത്യയെ ഒറ്റിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തുന്ന വിവരം. ഇയാൾക്ക് പാകിസ്ഥാനിൽ ഒരു വനിതാ ഏജന്റ് ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ ഇയാൾ പ്രവർത്തിച്ചത്. ആ വനിതയുടെ പേര് പ്രിയ ശർമ്മ എന്നാണ് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രിയ ശർമ്മ എന്നുള്ളത് യഥാർത്ഥ പേരാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പ്രിയ ശർമ്മയാണ് ഇയാൾക്ക് ഈ വിവരങ്ങൾ വാങ്ങി പണം നൽകിക്കൊണ്ടിരുന്നത്. ഈ പണം നൽകിയത് മുഴുവൻ ക്രിപ്റ്റോ കറൻസിയിൽ പണം കിട്ടി, അത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് സ്വീകരിച്ചത് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇയാളിപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ജയ്പൂരിലെത്തിച്ച് വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണ്. അതായത് രാജസ്ഥാൻ CID ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ അന്വേഷണത്തിലാണ് ഈ പറയുന്ന വിശാൽ യാദവ് കുടുങ്ങിയത്. അതിനുശേഷം ജയ്പൂരിൽ ഇയാളെ വിവിധ ഏജൻസികൾ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടത് ഈ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും, അതായത് വിശാൽ യാദവിൻ്റെ കൂട്ടാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. നേരത്തെ ഒരു മാഡം N എന്ന് പറയുന്ന ഒരു വനിത, അവരുടെ യഥാർത്ഥ പേര് നൗഷേബ ഷെഹ്സാദ് എന്നാണ്. ഇവർ കറാച്ചിയിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനി സ്വദേശിയാണ്. ഇവരും ഇതേപോലെ ഈ കേസിൽ പ്രിയ ശർമ്മയാണെങ്കിൽ അവിടെ മാഡം N ആയിരുന്നു. നമ്മുടെ ജ്യോതി മൽഹോത്ര കേസിലൊക്കെ ഈ മാഡം N ആയിരുന്നു പാകിസ്ഥാനിലെ ഇവരുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത്. ഇവരൊരു ട്രാവൽ ഏജൻസി എന്ന വ്യാജേന
ഇതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ സ്വാധീനിച്ച് പാകിസ്ഥാനിലേക്ക് ടൂർ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ മാഡം എൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഏതാണ്ട് 1000-ഓളം പേരെ, ഇന്ത്യക്കാരായിട്ടുള്ള 1000-ഓളം പേരെയും അതേപോലെ തന്നെ നൂറുകണക്കിന് ഇന്ത്യക്കാരായ എന്നാൽ വിദേശത്ത് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരെയും വിനോദസഞ്ചാരത്തിൻ്റെ മറവിൽ പാകിസ്ഥാനിലെത്തിക്കുകയും അങ്ങനെ ഇതിലെത്തിയതിൽ ഏറിയ പങ്കും ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറാൻ വന്ന ചാരന്മാരാണ് എന്നുള്ള വിവരവും നമ്മൾ പുറത്തു വന്നു. ഏതാണ്ട് 12ഓളം പേരാണ് നേരത്തെ അറസ്റ്റിലായത് എന്നുള്ളതാണ്. ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം നേരത്തെ 12ഓളം പേരാണ് പിടിയിലായത് എന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. ഇതിൽ ഏറിയ പങ്കും ഇതേപോലെ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റർമാരോ ഒക്കെയാണ്. അപ്പോൾ ഇവരെയെല്ലാം സ്വാധീനിച്ച് നിർണായക വിവരങ്ങൾ, ഏറിയ പങ്കും വലിയ രീതിയിൽ പണം വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ പലരെയും സ്വാധീനിച്ചത് എന്നുള്ളതാണ് വിവരം. ഏതാണ്ട് 23-നും 26-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ ഈ കണ്ണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരെയെല്ലാം, അതായത് ചെറുപ്പക്കാർ ഈ സോഷ്യൽ മീഡിയ വഴി എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ അതായത് കാര്യമായ അധ്വാനമൊന്നും ഇല്ലാതെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത്. അപ്പോൾ ആ മോഹവലയത്തിൽപ്പെട്ടാണ് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനമടക്കം ഇവർ ചെയ്തത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. നിരവധി സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർ നമ്മുടെ നാട്ടിലും സുപരിചിതരായിട്ടുണ്ട്. നമുക്ക് പലർക്കും അറിയാവുന്ന നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് വലിയ സമ്പത്തിനുടമയായ നിരവധി കണ്ടന്റ് ക്രിയേറ്റർമാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പണത്തിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതാണ്. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിപ്പോലും പണമുണ്ടാക്കാം എന്നുള്ള ഒരു ദുഷ്ടചിന്ത ചെറുപ്പക്കാർക്കിടയിൽ വളർന്നിട്ടുണ്ട്. എങ്ങനെയും പണമുണ്ടാക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഈ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുക, അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസുകൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണം നടത്തുക, ഇത്തരം മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചും ഇത്തരം ആൾക്കാർ വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. സമാനമായ മാതൃകയിൽ അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് മാത്രമേ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തെ കാണേണ്ടതുള്ളൂ. എങ്ങനെയും പണമുണ്ടാക്കുക, അതിപ്പോൾ മാതൃരാജ്യത്തെ വിറ്റ് തുലച്ചിട്ടാണെങ്കിലും പണം ആണ് മുഖ്യം. അതായത് ഇന്ത്യയിൽ നിൽക്കുക, ഇന്ത്യയുടെ സുരക്ഷിതത്വങ്ങൾ ആസ്വദിക്കുക, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും ഉൾക്കൊള്ളുക. ഇതെല്ലാം ചെയ്തിട്ട് ഇവിടുത്തെ പട്ടാളക്കാരുടെ കാവലിൽ അവർ നൽകുന്ന ജീവൻ്റെ സുരക്ഷയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റുക. അത്തരത്തിൽ വളരെ നീചമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ വിശാൽ യാദവിൻ്റെ കാര്യത്തിൽ അയാൾ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തിരുന്ന ഒരു ക്ലർക്ക് ആണ് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഉറപ്പായിട്ടും നേവിയെ സംബന്ധിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ആധികാരികമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തെ വിശദമായി ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ രഹസ്യ വിവരങ്ങളാണ് പാകിസ്ഥാനിലേക്ക് കടത്തിയത് അല്ലെങ്കിൽ അവർക്ക് നൽകിയത് എന്നുള്ളത് ഇനി വിശാൽ യാദവ് ഏറ്റു പറയേണ്ടി വരും. ഏതായാലും ജ്യോതി മൽഹോത്ര തുടങ്ങി വെച്ച ആ ഒരു ബോംബിൻ്റെ ഒരു നിര ഇപ്പോൾ വിശാൽ യാദവ് എന്ന് പറയുന്ന ഒരു കണ്ണിയിലെത്തി നിൽക്കുന്നു. ഇപ്പോഴും ഇത്തരം ആൾക്കാരെ സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ ഇതേപോലെ രാജ്യത്തെ ഒറ്റിയ ഇനിയും ആൾക്കാർ വരും ദിവസങ്ങളിൽ നിയമത്തിന് മുന്നിൽ വരും എന്നുള്ളതും ഉറപ്പാണ്.